ടിമോത്തി ഡൊണാൾഡ് കുക്ക് AKA ടിം കുക്ക് 2011 മുതൽ 2026 വരെ ആപ്പിളിൻ്റെ CEO ആണ്. സ്റ്റീവ് ജോബ്സിൻ്റെ കാലത്ത് അദ്ദേഹം ആപ്പിളിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്നു. നമ്മളിൽ ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്റ്റീവ് ജോബ്സിൻ്റെ കാലത്തിന് ശേഷം ആപ്പിൾ മോശമായി, ആപ്പിൾ നഷ്ടത്തിലായി എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ആപ്പിളിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ ടിം കുക്ക് CEO ആവുന്നതിന് മുൻപ് 348 ബില്യൺ ആണെങ്കിൽ ടിം കുക്ക് ഇറങ്ങാൻ നേരത്ത് 1.9 ട്രില്യൺ ആണ്. 2025 ആപ്പിളിൻ്റെ റവന്യൂ മാത്രം $416 ബില്യൺ ആണ്. അതായത് ഒന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷം കോടി. ടിം കുക്ക് 2014 ഒരു ഗേ ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഫോർച്യൂൺ 500 കമ്പനീസ്, അതായത് ടോപ്പ് 500 കമ്പനീസ്, അതിലെ CEOമാരിൽ ആകെ ഗേ ആണെന്ന് സമ്മതിച്ചിട്ടുള്ളത് ടിം കുക്ക് മാത്രമാണ്. ടിം കുക്ക് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് സപ്ലൈ ചെയിനിലായിരുന്നു. അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫ്ലാഷ് മെമ്മറി ടെക്നോളജിയിൽ ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഐഫോണും ഐപാഡും മാനുഫാക്ചർ ചെയ്യാനും സപ്ലൈ ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. ടിം കുക്ക് കൊണ്ടുവന്ന ഒരു വലിയ ചേഞ്ചാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. അതായത് അവർ ഡയറക്റ്റായിട്ട് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാതെ അവർ തേർഡ് പാർട്ടീസിന് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി കൊടുക്കും. ആപ്പിളിൻ്റെ ഒട്ടുമിക്ക പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് ചൈനയും ഇന്ത്യയുമാണ്. ജോൺ ടെർണസ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ആപ്പിളിൻ്റെ CEO ആണ്. ടിം കുക്ക് CEO ആയിരുന്ന സമയത്ത് ജോൺ അവിടുത്തെ ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഐഫോണ്, ഐപാഡ്, മാക്ക്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ്, ആപ്പിൾ വിഷൻ പ്രോ, അങ്ങനെ ഒട്ടുമിക്ക ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ഹാർഡ്വെയറിലും പുള്ളിക്ക് പങ്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ടിം കുക്കിൻ്റെ കാലത്ത് ഐഫോൺസിന് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല എന്ന്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ആപ്പിൾ ഫോൺസിനെ ചൈനീസ് ഫോൺസായിട്ട് കമ്പയർ ചെയ്യാം. റിയൽമി, വിവോ, റെഡ്മി അങ്ങനെയൊക്കെ. പക്ഷെ അതൊരിക്കലും ശരിയല്ല. ചൈനീസ് ഫോൺസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവരുടെ കോൺസെപ്റ്റേ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആപ്പിളിൻ്റെ അതേ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നതാണ് സാംസങ് ഒരു വലിയ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും സാംസങ് Z ഫ്ലിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ സാംസങ്ങിൻ്റെ AI ആപ്പിളിൻ്റെ AIനേലും ഫാർ ബെറ്റർ ആണ്. ജോൺ ടെർണസ് ഇപ്പോൾ അഗ്രസീവായിട്ടാണ് ഇന്നോവേഷൻസ് കൊണ്ടുവരണമെങ്കിൽ ഇത് മൊത്തം ടെക് ഇൻഡസ്ട്രി തന്നെ നല്ല രീതിക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു മാറ്റത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻസിലിടാം. ഇതൊരു പുതിയ ചാനലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.